നമസ്കാരം. മണി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം തുടങ്ങുകയാണ്. വളരെ നിരാശാജനകമായ ഫെബ്രുവരിക്ക് ശേഷം മാർച്ച് മാസത്തിൽ ഒരു റിലീഫ് റാലി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് എല്ലാ ആഗോള മാർക്കറ്റുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം അണ്ടർ പെർഫോം ചെയ്യുകയാണ്. താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു മാർക്കറ്റുകളിൽ ഉണ്ടാകുന്ന ചലനങ്ങളൊക്കെ ഇവിടെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ട്രംപിൻ്റെ നടപടികളൊക്കെ. എന്നാൽ മറ്റു മാർക്കറ്റുകളെ അത് അത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് പറയാറായിട്ടില്ല. കാരണം അതെല്ലാം ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന മാർക്കറ്റുകളാണ് മിക്കതും. എന്തുമാവട്ടെ, ഈ മാർച്ച് മാസത്തിൽ തീർച്ചയായും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഗംഭീരമായ ഇടിവിന് ശേഷം ഇന്ന് അല്ലെങ്കിൽ ഈ മാർച്ചിലെ ആദ്യ ആഴ്ചയിൽ ഒരു റിലീഫ് റാലി പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും തന്നെ. മാർച്ച് 3 ആദ്യത്തെ ട്രേഡിങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായി വരിക ഓട്ടോ സെക്ടറുകളിലെ ഷെയർ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഫെബ്രുവരി മാസത്തെ സെയിലിൻ്റെ കണക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഓട്ടോ കമ്പനികളുടെ ഷെയറുകളിൽ ചലനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാ കമ്പനികളും തന്നെ നല്ല റിസൾട്ടാണ്, കൂടിയ സെയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സ് ഒഴിച്ച്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിലുകളിൽ 88% താഴെ പോയിട്ടുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാവും അതിൻ്റെ പ്രതികരണം എന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ അത് 52 വീക്ക് ലോയിൽ നിൽക്കുന്ന ഒരു ഷെയറാണ് ടാറ്റ മോട്ടോഴ്സ്. ടെസ്ലയുടെ വരവും ഒക്കെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചതായി കാണുന്നത്. വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനാണ് ഏറ്റവും മോശം റെസ്പോൺസ് കിട്ടിയത്. പക്ഷേ ടെസ്ലയുമായി കരാറുണ്ടാകുമെന്നും ടാറ്റ മോട്ടോഴ്സ് കരാറിൽ ഏർപ്പെടുമെന്നൊക്കെയുള്ള ന്യൂസുകളും വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഒഴികെ ഓട്ടോ സെക്ടറിലെ കമ്പനികളിൽ മിക്കതിലും ഇന്ന് പോസിറ്റീവായിട്ടുള്ള ടെൻഡൻസിയാണ് വരാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് ഒരു റീബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഷെയറുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് എല്ലാ കാര്യങ്ങളും. എന്തുവാവട്ടെ, മാർച്ചിലെ എല്ലാ സെക്ടറുകളും നന്നായി പ്രവർത്തിക്കും അല്ലെങ്കിൽ നന്നായി പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ മാർക്കറ്റിൽ വന്നിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ ചെറിയ ചെറിയ പോസിറ്റീവ് എങ്കിലും കാണാൻ കഴിയുന്നതാണ്. അതായത് GDP വളർച്ച 6.2 എത്തുന്നു. പിന്നെ അത് GST കളക്ഷൻ 9% വളർച്ച കാണിക്കുന്നു. ഇതൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ GSTയിലുണ്ടാകുന്ന ഈ ചെറിയ കളക്ഷനിലോ അല്ലെങ്കിൽ GDPയിലുണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ കൊണ്ടോ എക്കണോമിയെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാനാവുമെന്ന് തോന്നുന്നില്ല. അതിശക്തമായ ക്യാപെക്സ് ചെലവുകൾ ഒന്ന് വരുത്തേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ക്യാപെക്സിൽ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാർക്കറ്റിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുക എന്നാണ് സംശയിക്കുന്നത് എല്ലാവരും. ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലാതെ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പെൻഡിങ് കൊണ്ട് നടക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല, ആരും പറയുന്നുമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടിയാൽ മാത്രമേ ഈ ക്വാർട്ടറിലാണെങ്കിലും ശക്തമായിട്ട് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തുമാവട്ടെ, ഇന്നത്തെ സ്റ്റോക്ക് മൂവ്മെൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോ സെക്ടറുകളിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് ഷെയറുകളിലെ ബാങ്കിങ് ഷെയറുകളിലൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ചലനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ശ്രദ്ധയിൽ വയ്ക്കാവുന്ന 2-3 ഷെയറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. റിലയൻസ്, HDFC ബാങ്ക് കഴിഞ്ഞ ദിവസം ഉയർന്ന ഷെയറാണ്. ഇത്തവണ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ തന്നെ HDFC ബാങ്ക് ശക്തമായി നിലകൊള്ളുന്നുണ്ട് ഇപ്പോൾ ഈ ഇടിയുന്ന മാർക്കറ്റിലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് CDSL ആണ്.
CDSL ഇപ്പോൾ അത് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള സെല്ലുണ്ടായി. എന്നാൽ തന്നെയും അത് മാർക്കറ്റിൽ അതിശക്തമായി നിലകൊള്ളാൻ കഴിയുന്ന ഒരു ഷെയറാണ് CDSL. മറ്റൊന്ന് ഡോക്ടർ റെഡ്ഡീസ് ലാബാണ്. റെഡ്ഡീസ് ലാബിൻ്റെ ഏതോ മരുന്നുകളൊക്കെ തിരിച്ചു വിളിച്ചു എന്നുള്ള ന്യൂസുകളൊക്കെ കിടക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അത് ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. മാർക്കറ്റിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും വളരെ ശക്തമായി നേരിടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലാബ്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ടാറ്റ മോട്ടോഴ്സ് തീർച്ചയായിട്ടും മൈനസ് ആയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എമ്മാൻഡം ആയിരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് എനിക്ക് തോന്നുന്നു. അതിനൊപ്പം പറയട്ടെ, പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ സൺഡേ സ്റ്റോക്ക് ടോക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കുക. അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോയുമായിട്ട് സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.